മറിയം ബീവി റളിയല്ലാഹു തആല അൻഹാ അവർ സഹോദരങ്ങളെ ചിന്തിക്കണം. അല്ലാഹു തആല ജിബ്രീൽ അലൈഹിസ്സലാമിലൂടെ ഗർഭം നൽകിയ ആ ഗർഭം ചുമന്ന പ്രിയപ്പെട്ട ഉമ്മയാണ്. ഈസാ നബി അലൈഹിസ്സലാമിന് ജന്മം കൊടുക്കുമ്പോ അവര് പെട്ടെന്ന് ഗർഭിണിയാവുകയാ. എങ്ങനെയാണ് ഒരു ഭർത്താവില്ലാതെ ഒരു പെണ്ണ് ഗർഭിണിയാകുന്നത്? ആളുകളുടെ ചർച്ചയായി. ആളുകൾ പറഞ്ഞു, നിന്റെ വാപ്പ ഇങ്ങനത്തെ ആളല്ലല്ലോ, നിന്റെ ഉമ്മ ഇങ്ങനത്തെ ആളല്ലല്ലോ പെണ്ണേ. മറിയമേ, നീ എന്താടി ഈ കാണിച്ചത്? നീ എന്തിനാണ് ഈ മോശപ്പെട്ട പ്രവർത്തനം ചെയ്തത്? ആരാ നിന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന്റെ ഉത്തരവാദി പറ. ഒരു പെണ്ണിന്റെ ആ ഒരു അവസ്ഥ ചിന്തിച്ചു നോക്ക്. ചെറിയ പ്രായത്തിൽ സക്കരിയ നബി എന്ന് പറയുന്ന ഉമ്മയുടെ അനുജത്തിയുടെ ഭർത്താവായ സക്കരിയ നബി അലൈഹിസ്സലാമിനോടൊപ്പം പള്ളിയിൽ താമസിച്ച പെണ്ണാണ്. അവസാനം പ്രായമായപ്പോ ഒറ്റപ്പെട്ട് കഴിയണമെന്ന് മോഹം വന്ന് പള്ളിയുടെ തൊട്ടടുത്തുള്ള മലയുടെ മുകളിലേക്ക് കയറിപ്പോയ പെണ്ണാണ്. ആ സമയത്താണ് ജിബ്രീൽ അലൈഹിസ്സലാം കടന്നു വന്നു. എന്താ ഇവിടെ? സുന്ദരനായ ഒരു ചെറുപ്പക്കാരന്റെ കോലത്തിൽ കടന്നു വരുമ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം ആണെന്നറിയില്ല. മറിയം ബീവി ചോദിച്ചിട്ട് എന്താ ഇവിടെ വന്നത്? ആ സമയത്താണ് പറഞ്ഞ, നിനക്കൊരു കുഞ്ഞിനെ തരാനാലി അഹബലക ഗുലാമന സക്കിയ, ഒരു മോനെ നിനക്ക് തരാൻ വേണ്ടിയാ. അന്നാലകി ഹാദാ, ഇതെനിക്ക് എങ്ങനെയാണ് കുഞ്ഞുണ്ടാകുക? വലം യംസസ്നി ബശർ, ഞാൻ ഒരിക്കലും കല്യാണം കഴിച്ചിട്ടില്ല. വലമകു ബഗിയ, ഞാൻ വേശ്യ പെണ്ണുമല്ല. പിന്നെങ്ങനാണ് എനിക്കൊരു കുഞ്ഞുണ്ടാവുക? ഒന്നുകിൽ എനിക്ക് നിക്കാഹ് കഴിയണം, അല്ലെങ്കിൽ എന്റെ ചാരിത്രം നഷ്ടപ്പെടുത്തണം. ഇത് രണ്ടും ഞാൻ ചെയ്തിട്ടുമില്ല. പിന്നെങ്ങനാണ് എനിക്ക് കുഞ്ഞുണ്ടാവുക? ആ സമയത്താണ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കുപ്പായത്തിലൂടെ റൂഹ് ഊതി കൊടുക്കുക. അങ്ങനാണ് ഗർഭിണിയാവുക. ഇത് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞല്ലോ. ആ സമയത്ത് മറിയം ബീവി റളിയല്ലാഹു അൻഹയോട് അല്ലാഹു പറഞ്ഞതെന്താ? നീ ഗർഭിണിയാണ് മോളെ, ഒരുപാട് ത്യാഗം സഹിക്കേണ്ടവളാ മോളെ. ഗർഭിണിയായ പെണ്ണ് ത്യാഗങ്ങൾ ഒരുപാട് സഹിക്കേണ്ടവരാ. ഈ മറിയം ബീവി റളിയല്ലാഹു തആല അൻഹക്ക് വിശക്കുമല്ലോ. ഒരു പേറ്റ് നോവർ ഒരു ഗർഭിണിയായ പെണ്ണിന് എന്തെല്ലാം മോഹങ്ങൾ ഉണ്ടാവും കഴിക്കാൻ. അവൾക്ക് പച്ചമാങ്ങ കഴിക്കാൻ തോന്നും, അവൾക്ക് പുളിയുള്ളത് കഴിക്കാൻ തോന്നും, എരിവുള്ളത് കഴിക്കാൻ തോന്നും, മധുരമുള്ളത് കഴിക്കാൻ തോന്നും. എന്തെല്ലാം മോഹങ്ങളാണ്, ചാപല്യങ്ങളാണ്, ജഡികേച്ഛകളാണ്. ആ സമയത്ത് അല്ലാഹു പറഞ്ഞത് എന്തെന്നറിയോ? ഓ മറിയമേ, കഴിക്കാൻ ആഗ്രഹിക്കുന്ന എന്താണോ അത് താഴ്വരയിലുണ്ട്. അവിടെ ചെന്നിട്ട് ഈത്തപ്പന പിടിച്ച് കുലുക്കിയിട്ട് ഈത്തപ്പഴം പെറുക്കി കഴിച്ചോ. സഹോദരിമാരെ, ത്യാഗമാണ് അവിടെ ഒരു പരീക്ഷണമാണ്. എന്തുകൊണ്ടാണ് മറിയം ബീവി റളിയല്ലാഹു തആല അൻഹാ ഒരു പെണ്ണ് ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുന്ന നിമിഷമേതാണ്? അവൾ ഗർഭിണിയാകുന്ന സമയത്താണ്. ഒരു ഭർത്താവ് കൂടെ വേണമെന്ന് ചിന്തിക്കുന്നതും ആ സമയത്ത് തന്നെയാ. അവളെ സാന്ത്വനപ്പെടുത്താൻ, അവളെ ഒന്ന് താലോലിക്കാൻ, അവൾക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ. പ്രിയപ്പെട്ടവരെ, ആ സമയത്തല്ലേ ഒരു പെണ്ണിന് റെസ്റ്റ് വേണ്ടത്? ആ സമയത്തല്ലേ വിശ്രമം വേണ്ടത്? ഒക്കെ മറിയം ബീവി റളിയല്ലാഹു തആല അൻഹയോട് പറഞ്ഞു, കഴിക്കണമെങ്കിൽ പോയി മരം പിടിച്ചു കുലുക്കിയിട്ട് അതിന്റെ ശിഖരത്തിൽ നിന്ന് നീ പറക്കി തിന്നോ മറിയമേ. എന്തേ അല്ലാഹുവിന് നേരിട്ട് ഭക്ഷണം കൊടുക്കാൻ കഴിയൂലേ? കഴിയും. അല്ല കൊടുത്തില്ലേ? കൊടുത്തു. എവിടെയാ? പള്ളിക്കകത്ത് അല്ലാഹു കൊടുത്തു. സക്കരിയ നബി അലൈഹിസ്സലാം കയറി വരുമ്പോ കൊല്ലങ്ങൾക്ക് മുമ്പ് മറിയമിന്റെ മുമ്പിൽ ആ കാലഘട്ടത്തിൽ കിട്ടാത്ത, ആ നാട്ടിൽ കിട്ടാത്ത സുഭിക്ഷമായ പഴവർഗ്ഗങ്ങൾ ഇരിക്കുകയാ. ചോദിച്ചു, നിനക്ക് എവിടെ നിന്നാ പെണ്ണേ ഇത്? അന്നാലകി ഹാദാ, ഇത് എവിടെന്നാ നിനക്കിത് കിട്ടിയത്? ആ സമയത്താണ് മറിയം ബീവി പറഞ്ഞത്, ഹുവ മിൻ ഇൻദില്ലാഹ്, ഇതെനിക്ക് അല്ലാഹു ഡയറക്റ്റ് ആയിട്ട് തന്നതാ. അല്ലാഹു ഈ പള്ളിക്കകത്ത് എനിക്ക് ഇറക്കി തന്നതാ. മറിയം ബീവി റളിയല്ലാഹു അൻഹ ഗർഭിണിയാകുന്നതിന് മുമ്പ് അല്ലാഹു പള്ളിക്കകത്ത് പഴവർഗ്ഗങ്ങൾ എത്തിച്ചു കൊടുത്തെങ്കിൽ അല്ലാഹുക്ക് കഴിവുണ്ടല്ലോ ഇത് കാട്ടിലും എത്തിച്ചു കൊടുക്കാം. പക്ഷെ അല്ലാഹു പറഞ്ഞു, ഞാൻ നിനക്ക് തരൂല, നേരത്തെ തന്നതുപോലെ നിനക്ക് ഞാൻ തരൂല. നീ കഴിക്കണമെന്ന് ആഗ്രഹം വരുമ്പോ ചെന്നിട്ട് ഈത്തപ്പന പിടിച്ചു കുലുക്കിയിട്ട് നീ അതിൽ നിന്ന് പഴം പറക്കി തിന്നോളൂ. വെള്ളം കുടിക്കണമെന്ന് തോന്നുമ്പോ
താഴ്വാരത്ത് കളകളാരവം മുഴക്കിയിട്ട് അരുവി ഒഴുകുന്നുണ്ട് മോളെ. അവിടെ ചെന്ന് കൈക്കൂമ്പിളിൽ വെള്ളമെടുത്തിട്ട് നീ കുടിച്ചോ. കരി ഐര, നിന്നെ കണ്ണിന് കുളിർമയുണ്ടാകും മോളെ. പ്രിയപ്പെട്ട സഹോദരിമാരെ, അള്ളാഹു എന്തുകൊണ്ടാ മറിയം ബീവിയോട് ഇങ്ങനെ കാണിച്ചതെന്നറിയോ? അള്ളാഹുവിനിട്ട കഴിവുമുള്ളവനാണ്. അവന് ഖാദിർ മുരീദാണ്. അവന്റെ ഖുദ്റത്ത് ഇറാദത്തുമായി ലിങ്കാകുമ്പോ അവന് സാഹിബു കുന്നാണ്. കാഫിന്റെയും നൂനിന്റെയും ഇടയിൽ പ്രവർത്തിക്കുന്നവനാ. ഇദാ അറാദ ശൈഅൻ ഇന്നമാ അംറുഹു ഇദാ അറാദ ശൈഅ അൻ യഖൂല ലഹു കുൻ ഫയകൂൻ. ഇന്ന് മോദിയതല്ലേ സൂറത്ത് യാസീൻ. അതിന്റെ അവസാനത്തതിന് തൊട്ടു മുമ്പുള്ള ആയത്ത് എന്താ? ഇന്നമാ അംറുഹു ഇദാ അറാദ ശൈഅൻ അൻ യഖൂല ലഹു കുൻ ഫയകൂൻ. അള്ളാഹുവിന്റെ കൽപ്പന എങ്ങനെയാണ്? അവന്റെ കാര്യങ്ങൾ എങ്ങനെയാ? ഏതെങ്കിലും ഒരു വസ്തുവിനോട് അള്ളാഹു ആകൂ എന്ന് പറഞ്ഞാൽ ഫയകൂൻ, അതവിടെ ആവുകയാ. അതാണ് കാഫിന്റെയും നൂനിന്റെയും ഇടയിൽ പ്രവർത്തിക്കുന്നവനാണ് അള്ളാഹ്. ആ പടച്ചതമ്പുരാന് കഴിവുണ്ട്. പക്ഷേ അള്ളാഹു എന്തിനാ 9 മാസം അവളെ ഗർഭിണം ചുമക്കാൻ കൊടുത്തത്? ഒരൊറ്റ നിമിഷം കൊണ്ട് ഗർഭിണിയായി അടുത്ത നിമിഷത്തിൽ ഈസാ നബിയെ പ്രസവിച്ചിരുന്നെങ്കിൽ ഇത് ചർച്ചയാകുമായിരുന്നു. അവസാന സഹികെട്ടിട്ട് ആളുകളുടെ ചോദ്യം വന്നപ്പോ എന്താ ഞാൻ മറുപടി പറയാ? പടച്ചോരെ, ഇതാരുടെ കുഞ്ഞെന്നാ ഞാൻ പറയാ? ഇതാരാ ഇതിന്റെ ഉത്തരവാദി എന്ന് ചോദിച്ചാ ഞാൻ എന്താ പറയാ? അല്ല തന്നെന്ന് നേരത്തെ ഭക്ഷണം തന്നപ്പോ പറഞ്ഞതുപോലെ പറയാനല്ല പറഞ്ഞില്ല. കാരണം ആളുകൾ ഒരു പക്ഷേ വിശ്വസിക്കും, അപ്പോൾ പരീക്ഷണങ്ങൾ വരാതിരിക്കും. അതുകൊണ്ട് പരീക്ഷണങ്ങൾ വരണം. അതുകൊണ്ട് ആരെന്ത് ചോദിച്ചാൽ നീ പറയണം, ഇന്നീ നദർതു ലിർറഹ്മാനി സൗമാ ഫലൻ നുകല്ലിമൽ യൗമ ഇൻസിയാ. ഇന്ന് എനിക്ക് നോമ്പാണ്, ആരോടും മിണ്ടൂല, എനിക്ക് മൗനവ്രതമാണ്. വീണ്ടും ഒരുപാട് നിഗൂഢതകളായി, വീണ്ടും ആളുകൾക്ക് സംശയമായി. അല്ലെങ്കിൽ സക്കരിയാ നബിയോട് പറഞ്ഞ പോലെ ഹുവ മിൻ ഇൻദില്ലാ, എന്റെ പള്ളയിൽ കിടക്കുന്ന കുഞ്ഞ് അല്ല തന്നതാണെന്ന് പറയാനല്ല പറഞ്ഞില്ലല്ലോ. അല്ല പറഞ്ഞത് എന്താണ്? ആരെന്ത് ചോദിച്ചാൽ ഖമ്മാ, മിണ്ടരുത്, ഒന്നും മിണ്ടരുത്, ആരും എന്തും പറഞ്ഞോട്ടെ. അവസാനം പൊറുതിമുട്ടുകയാ. ആളുകൾ പറഞ്ഞു ആക്ഷേപിച്ചു. വാപ്പ ഇങ്ങനെ അല്ലല്ലോ മോളെ മറിയമേ, നിന്റെ കൊച്ചാപ്പ സക്കരിയ ഇങ്ങനെ ആയിരുന്നില്ലല്ലോ, നിന്റെ ഉമ്മ പിഴച്ചവളായിരുന്നില്ലല്ലോ. ആളുകളുടെ വാക്കുകൾ കേട്ടിട്ട്, ശരപ്രയോഗങ്ങൾ കേട്ടിട്ട്, ആളുകളുടെ പദപ്രയോഗങ്ങൾ കേട്ടിട്ട് അവസാനം മറിയം ബീവി പറഞ്ഞു പോയി, യാ ലൈതനീ മിത്തു ഖബ്ല ഹാദാ വകുന്തു നസിയം മൻസിയാ. അല്ലാഹുവേ, ഞാനങ്ങ് മരിച്ചെങ്കിലല്ലോ, ഞാനങ്ങ് മരിച്ചുപോയെങ്കിലല്ലോ, നിൽക്കുന്ന നിൽപ്പിൽ ഞാനങ്ങ് ഭൂമി കീറിയിട്ട് താഴേക്ക് പോയെങ്കിലല്ലാ. വകുന്തു നസിയം മൻസിയാ. ഇങ്ങനെ ഒരു മറിയമെന്ന് പറയുന്ന ഒരു പെണ്ണുണ്ടായിരുന്നില്ല എന്ന ജനങ്ങൾ വിസ്മൃതിയിലാകുന്ന അവസ്ഥയിൽ എന്നെ അങ്ങ് മരിപ്പിക്കണേ അല്ല എന്ന് വരെ മറിയം ബീവി ദുആ ചെയ്തു. എന്തേ അള്ളാഹ്ക്ക് ഇതിന്റെ ആവശ്യമുണ്ടോ? ഇല്ലാത്ത സ്ഥലത്ത്, ഇല്ലാത്ത നാട്ടില് പഴം കൊടുത്ത അള്ളാഹ്ക്ക് അവിടെ പഴം കൊടുത്തുകൂടായിരുന്നോ? ഇല്ല. അള്ളാഹ് പറഞ്ഞു, നീ കുലുക്കിയിട്ട് പഴം അതിൽ നിന്ന് വീഴുമ്പോൾ, അടർന്ന് വീഴുമ്പോൾ നീ അത് കഴിക്കുക. വെള്ളം കുടിക്കണമെങ്കിൽ നീ താഴ്വരയിൽ ചെന്നിട്ട് വെള്ളം കുടിക്കുക. നിന്നോട് ആരെങ്കിലും ഈ ഗർഭത്തിന് ഉത്തരവാദി ആരെന്ന് ചോദിച്ചാൽ, നേരത്തെ പഴവർഗ്ഗങ്ങൾ തന്നത് സക്കരിയ നബിയോട് അല്ല തന്നതെന്ന് പറഞ്ഞതുപോലെ ഒന്നും നീ പറയാൻ നിൽക്കണ്ട, ആരോടും ഒന്നും മിണ്ടണ്ട. നിർബന്ധിച്ച് ചോദിക്കുമ്പോൾ മൗനവ്രതമാണ് ഞാൻ. ഇന്നി നദർതു ലിർറഹ്മാനി സൗമൻ ഫലൻ ഉകല്ലിമൽ യൗമ ഇൻസിയ. ആരോടും മിണ്ടൂല എന്നങ്ങ് പറഞ്ഞേക്കുക. അതുപോലെ തന്നെ നിഗൂഢതകളിൽ നിന്ന് നിഗൂഢതകളിലേക്ക് മറിയം ബീവിയെ ഇങ്ങനെ അള്ളാഹു കൊണ്ടെത്തിച്ചത് എന്തിനാ? ആ മറിയം ബീവി റളിയല്ലാഹു അൻഹയുടെ ക്ഷമ പരീക്ഷിക്കാനാ. അവസാനം എന്തായി? പരീക്ഷണങ്ങളിൽ വിജയിച്ചപ്പോ മറിയം ബീവി റളിയല്ലാഹു അൻഹ ലോകത്തുള്ള മുഴുവൻ പ്രസവിക്കുന്ന പെണ്ണുങ്ങളുടെയും സ്വർഗത്തിന്റെ നേതൃത്വം അലങ്കരിക്കുന്ന, പദവി അലങ്കരിക്കുന്ന അവസ്ഥയിലേക്ക് എത്തപ്പെട്ടില്ലേ? അള്ളാഹു കൊടുത്ത സമ്മാനമാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, സഹോദരിമാരോട് പറയാനുള്ളത്, പരീക്ഷണങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ നല്ല ഒരു പെണ്ണ് ഏറ്റവും വലിയ സന്തോഷിക്കുന്ന സമയം ഏതാ? ഒരു പെണ്ണ്. ബുഖാരി ഉസ്താദ് കണ്ടല്ലേ? ബുഖാരി ഉസ്താദ് ഞാനും ജാമിയ മന്നാനിയിൽ ഒരുമിച്ച് പഠിച്ചു 1 വർഷം.
ഞാനും ബുഖാരി ഉസ്താദ് നമ്മൾ ചങ്കുകളായിരുന്നു, ഒറ്റ റൂമിലാണ് ഞങ്ങൾ കിടന്നതും. ഒരു വർഷക്കാലം അള്ളാഹു നല്ല ആ ഇൽമിൽ അഭിവൃദ്ധി നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നാസർ ഉസ്താദിന്റെ ശിഷ്യന്മാരാണ്. ഓടയമെന്ന് കേൾക്കുമ്പോൾ തന്നെ ആദ്യം ഓർമ്മ നാസറുദ്ദീൻ ഉസ്താദിനെയാണ് അല്ലേ? നിങ്ങൾ ഇരിക്കുമ്പോഴല്ലേ വന്നത്? നാസറുദ്ദീൻ ഉസ്താദ്, അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ ഒത്തിരി പേര് ഞങ്ങൾ ജാമിയ മന്നാനിയിൽ ഒരുമിച്ചുണ്ടായിരുന്നു. ഒരു പെണ്ണ് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് എപ്പോഴാണ്? അതെങ്കിലും ഒന്ന് പറയും. ഇല്ലെങ്കിൽ ഞാൻ കരുതുന്നത് നിങ്ങളെല്ലാവരും മറിയം ബീവിയെ പോലെ ഇനി നദർത്തുൽ റഹ്മാനി സൗമ ഫലൻ ഉക്കല്ലിമല്ലോ മൈൻസിയ മൗനവ്രതമാണെന്ന് ഞാൻ കരുതി പോകും. ഒരു പെണ്ണ് എപ്പോഴാണ് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത്? എപ്പോഴാ? കുറച്ച് മക്കളെങ്കിലും പെണ്ണുണ്ട്, അവന്മാരെങ്കിലും എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറഞ്ഞേനെ. എപ്പോഴാ? അൽഹംദുലില്ലാ, നല്ല മറുപടി. ഒരു പെണ്ണ് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഉമ്മയായി എന്നറിയുമ്പോഴാണ്. ഉമ്മ ആണ് എന്നറിയുമ്പോൾ ഒരു പെണ്ണ് ജീവിതത്തിൽ ഒരുപാട് അനുമോദനങ്ങളും ആശീർവാദങ്ങളും മെമന്റോകളും പുരസ്കാരങ്ങളും സമ്മാനങ്ങളും സംഭാവനകളും ഒരുപാട് നേടിയ ഒരു പെണ്ണിനോട്, ചിന്തകയായ എഴുത്തുകാരിയായ ഒരു പെണ്ണിനോട് ചോദിച്ചു, നിങ്ങളുടെ ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയ പുരസ്കാരം ഏതാ? അവൾ പറഞ്ഞു, ഞാൻ ഉമ്മയായ സമയത്ത് എനിക്ക് കിട്ടിയ പുരസ്കാരമാണ്. മാതൃത്വം എന്ന് പറയുന്ന ഒന്നുണ്ടല്ലോ, അത് നരേന്ദ്രമോദിക്ക് ഇല്ലാത്ത കാര്യമാണ്. ആളാണല്ലേ പ്രസവിക്കുവോ? ജോർജ് ബുഷനുണ്ടോ? ലോകത്ത് വേറെ ഏതെങ്കിലും മിടുക്കന്മാര് ഫിരൗനുണ്ടോ? ഹിറ്റ്ലർക്കുണ്ടോ? മുസോളിനിക്കുണ്ടോ? ലോകത്ത് വേറെ ആർക്കെങ്കിലും ആ ഭാഗ്യമുണ്ടോ? എന്തിനേറെ നിന്റെ ജീവന്റെ ജീവനായി നീ സ്നേഹിക്കുന്ന നിന്റെ പ്രിയപ്പെട്ട ഭർത്താവിന് ആ ഭാഗ്യമുണ്ടോ? ഇല്ല. ആ ഭാഗ്യം പെണ്ണിന് മാത്രമല്ല കൊടുത്തതാണ്. മാതൃത്വം, അതുപോലെ നേതൃത്വം ആണുങ്ങൾക്ക് മാത്രമാണ്. നിങ്ങൾക്ക് പള്ളിയുടെ പ്രസിഡന്റ് ആകാനും സെക്രട്ടറി ആകാനും കമ്മിറ്റി മെമ്പർ ആവാനും ഇമാമാവാനും മോദീനാവാനും തെങ്ങിക്കയറാനും വണ്ടി ഓടിക്കാനും ഒന്നും നടക്കണ്ട. എനിക്കറിയാം ഇപ്പൊ പൊങ്കാല വരും, കുറെ എണ്ണം ഇപ്പൊ ഇരിപ്പുണ്ട്, ചാനൽ നോക്കി ഇരിപ്പുണ്ട്. ഞാൻ നമ്മൾ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ ഉടനെ കമന്റുകൾ എഴുതി വിടുന്ന കുറെ കമന്റ് ആശാന്മാര്, അവനൊക്കെ മറുപടി കൊടുക്കാൻ നിന്നാൽ പിന്നെ അതിനെ സമയം ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് അവഗണനയോടെ, അർഹിക്കുന്ന അവഗണനയോടെ തള്ളുകയാ. ചിലവന്മാരൊക്കെ എഴുതുന്ന കണ്ടാൽ പിന്നെ നമുക്ക് മറുപടി പറയാതിരിക്കാനും പറ്റൂല. പക്ഷെ നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ നിങ്ങളൊന്നും പറയപ്പെടാൻ പറ്റിയ ഒന്നും അല്ലാത്തത് കൊണ്ട് മറുപടി പറയാത്തതാണ്. അതിനെ അർഹിക്കുന്ന അവഗണനയോടെ പുച്ഛിക്കുകയാണ്, തള്ളിക്കളയാണ്. പക്ഷെ ഞാൻ പറയുന്നു, ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ആ സ്ത്രീക്ക് മാതൃത്വമാണ് അള്ളാഹു തന്ന ഏറ്റവും വലിയ പദവി. പെണ്ണിന് മാതൃത്വം, ആണിന് നേതൃത്വം. അതുകൊണ്ട് നിങ്ങൾ നേതൃത്വം ആവശ്യപ്പെടരുത്. ഇവര് ഏതെങ്കിലും ഭർത്താവ് പറയോ, 2 നീ പറ്റല്ലോ, ഇനി ഇൻഷാ അല്ലാഹ് 2 ഞാനും പറ്റോളാം. ഏത് ഭർത്താവ് പറഞ്ഞത്? ഒരു കെട്ടിയവനും പറയില്ല. വിവരം അറിയും. അതേപോലെ നിങ്ങളും ചോദിക്കരുത്. ഞാൻ പറയും, നിങ്ങൾ കേൾക്കണമെന്ന് കെട്ടിയനോട് പറയരുത്. അങ്ങനെയുള്ള ഭർത്താക്കന്മാരെ നമ്മൾ വിളിക്കുന്ന പേരാ പെണ്ണന്മാരെന്ന്, ഇല്ലേ? ഒരുത്തൻ പറഞ്ഞു, ഞാൻ എൻ്റെ ഭാര്യയെ ഞാൻ വരയ്ക്കുന്ന വരയിലേ അവളെ നിൽക്കുള്ളൂ. കാര്യം ശരിയാ, പക്ഷെ അവള് പറയണം എവിടെ വരയ്ക്കണമെന്ന്. അവിടെ വരച്ചു കൊടുക്കണമേ. അതിൽ കാര്യമില്ല പ്രിയപ്പെട്ടവരെ. ഒരു ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം അവന് നേതൃത്വം, പെണ്ണിന് മാതൃത്വം. അതാണ് വേണ്ടത്. ആ പുരസ്കാരങ്ങൾ, ഏറ്റവും വലിയ പുരസ്കാരം എനിക്ക് കിട്ടിയത് എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു കുഞ്ഞ് പിറന്നപ്പോഴാ. കുഞ്ഞിളം ചുണ്ടുകൾ കൊണ്ട് ഉമ്മ അമ്മ എന്ന് വിളിക്കുമ്പോൾ, മോണ കാട്ടിക്കിട്ട് ചിരിക്കുമ്പോൾ ആരെടുത്താലും കരയും. പെറ്റമ്മ എടുത്താൽ അത് കരയില്ല. ആരെന്ത് വേദനിപ്പിച്ചാലും വേദനിക്കും. മാതാവാണെങ്കിൽ എന്ത് ചെയ്താലും അതിന് വേദനിക്കില്ല. എന്ത് ചെയ്താലും എന്ന് പറഞ്ഞാൽ ഇപ്പൊ 3 ദിവസം മുമ്പ് ചെയ്തനക്ക് വട്ടവാളിന് കീറിയ കൊണ്ടുപോണ കാര്യമല്ലേ ഈ പറയുന്നത്. കുഞ്ഞിന് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട് വരുമ്പോൾ മാതാവ് എന്ത് ചെയ്താലും കുഞ്ഞിനതൊരു ആനന്ദവും സുഖമാണ്. ആ നിലയിൽ അള്ളാഹു താല അവരുടെ കൽബിനെ അങ്ങോട്ട് ഈ ഇഴകിച്ചേർക്കുന്ന നിലയിലേക്ക് അള്ളാഹു എത്തിച്ചത് കൊണ്ടാണ്. ഞാൻ ചോദിക്കട്ടെ, ഒരു ഉമ്മയാവുക എന്ന ഏറ്റവും വലിയ സന്തോഷത്തിൻ്റെ നിമിഷം നിങ്ങൾക്കുണ്ടാകുന്നത് എപ്പോഴാണ്? ഏറ്റവും വലിയ സന്തോഷം ഉമ്മയാവുമ്പോഴാണല്ലോ. അതെപ്പോഴാ കിട്ടുക?
ജീവിതത്തിലെ ഏറ്റവും വലിയ വേദന സഹിക്കുമ്പോഴാണ്. ലോകത്ത് ഭൂമിയിലെ ഏറ്റവും വലിയ വേദന ഏതാ? പേറ്റുവേദനയാണ്. ഭയങ്കര സ്നേഹമൊക്കെ ആയിരിക്കും. പ്രസവിക്കുന്ന സമയത്ത് എങ്ങനെ പോയി അടുത്ത് നിന്ന് കടിച്ച് കീറിക്കളയും. പിന്നെ അള്ളാഹു അത് മഹദ് ബദലുകൊണ്ട് മറപ്പിച്ച് കളയുന്നതാ. അല്ലെ പിന്നെ നമ്മളെ വീട്ടിൽ കയറ്റുവോ? മരണസമാനമായ വേദന സഹോദരങ്ങളെ, മരണത്തിന്റെ വേദന തന്നെയാണ് പേറ്റുനോവിന്റെ വേദന. അതുകൊണ്ടാണല്ലോ ഇപ്പോ പുറം ഈ പാശ്ചാത്യ രാജ്യങ്ങളിലുള്ളതൊന്നും പ്രസവിക്കൂല, എല്ലാം ഒരു പേറൂലല്ലോ, മൊത്തം കീറല്ലേ. കാരണം അവർക്ക് വേദനിക്കാൻ വയ്യ, അവർക്ക് വിഷമിക്കാൻ വയ്യ. അവർക്ക് സർജറി നടത്തിയിട്ട് സിസേറിയൻ ചെയ്തിട്ട് കുഞ്ഞിനെ പുറത്തെടുക്കുകയാണ്. മുലപ്പാല് കൊടുക്കില്ല, കൊടുത്താൽ സൗന്ദര്യം പോകും അത്രേ. അതുകൊണ്ട് കുപ്പിപ്പാല കൊടുക്കുന്നേ. മുലപ്പാല് കൊടുക്കില്ല, മുലപ്പാല് കൊടുത്ത പെണ്ണിന്റെ സൗന്ദര്യം അവളുടെ സ്തനത്തിലൂടെ പാനം ചെയ്യുന്ന കുഞ്ഞിന്റെ കുഞ്ഞിളം ചുണ്ടുവഴി ആ കുഞ്ഞിലേക്ക് പാസ് ചെയ്യപ്പെടുമെന്ന് ഭയന്നുകൊണ്ട് മുലപ്പാല് കൊടുക്കാത്ത, സ്തനപാനം നടത്താത്ത പാശ്ചാത്യൻ സംസ്കാരം. പകരം കുപ്പി കൊടുക്കും. അന്ന് പിടിക്കുന്ന ആ കൊതി പിന്നെ വലുതായാലും ആ ചെക്കൻ മാറ്റൂല, അവന് എപ്പോഴും കുപ്പി കയ്യിൽ വേണം. അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിലൊക്കെ പലപ്പോഴും കുപ്പി കൊണ്ട് നടക്കുന്നത്. ഇത് നല്ലപോലെ മുലപ്പാൽ കുടിക്കാത്തതിൻ്റെ കുഴപ്പമാണ്. എനിക്ക് പിന്നെ കുപ്പി എടുക്കാൻ പോകില്ലല്ലോ. മാസ്ക് അള്ളാഹു ഇറക്കിയത് കൊണ്ട് കുറെ അങ്ങനെ ഒരു ഫضല് കിട്ടി. എന്താണെന്നറിയോ? മാസ്ക് വെച്ചോണ്ട് പോയ ആരും അറിയൂല. എടാ നിന്റെ കണ്ണ് കണ്ടാ അറിയാം നീ ആരാന്ന്. അള്ളാഹു വെച്ചിരിക്കുന്നത് അങ്ങനെ ഒരു ആകാര സൗട്ടവത്തിലാണ്. നിന്റെ കണ്ണ് കണ്ടാ അറിയാം നീ ആരാന്ന്. അതുകൊണ്ട് ഹെൽമറ്റൊക്കെ വെച്ച് പോയി വാങ്ങിച്ചോളി, അല്ലാതെ മാസ്കും വെച്ച് പോയി വാങ്ങാൻ നിൽക്കരുത്. കാരണം പൊക്കിയാലിപ്പോൾ എന്താ, പള്ളിക്കകത്തല്ലേ എന്ന് അടിക്കുന്നത്, പള്ളിയുടെ പുറത്തു നിന്നല്ലേ അടിക്കുന്നത്, പരസ്യമായിട്ടല്ലേ അടിക്കുന്നത്, പെണ്ണുങ്ങളല്ലേ അടിക്കുന്നത്. കഞ്ചാവ് വലിക്കുന്ന പെണ്ണുങ്ങൾ, അല്ലാഹു അക്ബർ. കഞ്ചാവ് വലിക്കുന്ന സ്ത്രീകൾ, പെൺകുട്ടികൾ, സ്ത്രീകളല്ല ഗേൾസ്, പെൺകുട്ടികൾ, കോളേജിലെ പെൺകുട്ടികൾ കഞ്ചാവ് വലിക്കുന്നു, മദ്യപിക്കുന്നു. നല്ല മണമുള്ളത്, അടുത്ത് വരുമ്പോൾ നല്ല ഊതിൻ്റെ മണമായിരിക്കും, പക്ഷെ ഐറ്റം അടിച്ചിരിക്കുന്നതാണ്. എല്ലാ അത്തറിൻ്റെയും പെർഫ്യൂമിൻ്റെയും മണത്തിൽ ഇപ്പോൾ സാധനം കിട്ടും. സഹോദരിമാർ ഉപയോഗിച്ചിട്ടുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ കോളേജിൽ പഠിക്കുന്ന പെൺപിള്ളേരൊക്കെ അതൊക്കെ അറിയാമല്ലേ ഇപ്പം നിങ്ങൾക്ക് എന്ന് ചിന്തിക്കുന്നുണ്ടാവും. പിന്നെ അറിയാതെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, സഹോദരങ്ങളെ, ഏറ്റവും വലിയ വേദന അനുഭവിച്ചിട്ടാണ് ഏറ്റവും വലിയ സന്തോഷമാകുന്ന മാതൃത്വം എന്ന ആ പദവി അലങ്കരിക്കുന്നത്. ഏറ്റവും വലിയ വേദന അനുഭവിക്കണം. ഇറ്റലിയിൽ ഒരു യാത്രികൻ, അയാൾ യാത്ര പോയിട്ട് മടങ്ങി വരുമ്പോൾ യാത്രയുടെ അനുഭവങ്ങൾ അയാൾ പറയുന്നിടത്ത് അയാൾ കണ്ടൊരു കാഴ്ച പറയുന്നുണ്ട്. ഇറ്റലിയിൽ വനത്തിൻ്റെ മുകളിൽ നിൽക്കുന്ന മരങ്ങൾ മുറിച്ചിട്ട് അതിനെ താഴേക്ക് പുഴയിലേക്ക് തള്ളിയിടുന്നു. ആ പുഴയിലേക്ക് വീഴുന്ന മരങ്ങൾ അത് ഒഴുകി വരുന്ന സമയത്ത് അഗ്രഭാഗം മുനയുള്ള ഇരുമ്പ് കമ്പി കൊണ്ട് അതിലേക്ക് ഇങ്ങനെ കുത്തിയിട്ട് തടിയുടെ മാറ്റു നോക്കുകയാണ്. ഈ യാത്രികൻ ചോദിച്ചു അത്രേ, എന്താ നിങ്ങൾ ചെയ്യുന്നത്? തടിക്ക് നല്ല ബലമുണ്ടോ എന്ന് പരിശോധിക്കാൻ. വനത്തിൻ്റെ മുകളിൽ നിൽക്കുന്ന തടിക്ക് നല്ല ബലം ഉണ്ടാവും. കാരണം ഏറ്റവും വലിയ കാറ്റും കോളും എല്ലാ നിലയിലും അത് ചെറിയ മരമാകുമ്പോൾ തന്നെ ആടി ഒലഞ്ഞിട്ട് അതിങ്ങനെ കടപുഴകാതെ നിന്നിട്ട് എല്ലാത്തിനെയും പ്രതിരോധിക്കാനുള്ള കഴിവ് നേടിയെടുക്കുകയാണ്. താഴ്വരെ നിൽക്കുന്ന തടിയാണെങ്കിൽ അങ്ങനെയില്ല, അതിന് കാറ്റേൽക്കില്ല, അതിന് വലിയ വെയിലേൽക്കില്ല. അതുകൊണ്ട് തന്നെ അതിന് അത്രയും വലിയ ആ ഒരു മാറ്റ് ആ തടിക്ക് ഉണ്ടാവില്ല എന്ന് ഇറ്റലിയിലെ തടിക്കച്ചവടക്കാരൻ പറഞ്ഞു. നമ്മുടെ ജീവിതത്തിലൊന്ന് ആലോചിച്ച് നോക്കിയേ, എല്ലാ പ്രതിസന്ധികളും വിഷമങ്ങളും ഒക്കെ നേരിടുമ്പോഴല്ലേ നമ്മളാവുന്നത്. കഴുത്തിലും കാതിലും കിടക്കുന്ന സ്വർണം നല്ല മനോഹരമായി തിളങ്ങുന്നത് എന്തുകൊണ്ടാണ്? അതിനെ ഇങ്ങനെ കമ്മലായിട്ടും മാലയായിട്ടും വളയായിട്ടും പാദസരമായിട്ടും മോതിരമായിട്ടും ഒന്നും ഭൂമിയിൽ നിന്ന് കുഴിച്ചെടുക്കുന്നതല്ല. അതിനെ തീയിൽ വെച്ച് ഊതിക്കാച്ചി ഇങ്ങനെ അതിനെ തീയിൽ വെച്ച് പഴുപ്പിച്ചിട്ടാണ് ഓരോ ആഭരണങ്ങളാക്കി എടുക്കുന്നത്. തീ തൊടാത്ത തങ്കത്തിന് തിളക്കയില്ലല്ലോ. ഏതെങ്കിലും ഒരു അത്തർ ഷോപ്പിൽ നിങ്ങൾ ചെല്ലുക, എന്നിട്ട് അവിടെ ഭരണിയിലും അതുപോലെ വലിയ പെട്ടിയിലും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ഊതിന്റെ തടികൾ. ആ ഊതിന്റെ തടികൾ നിങ്ങളെടുത്തൊന്ന് മണത്തു നോക്കുക.
1 കിലോയ്ക്ക് 1.5 ലക്ഷം രൂപ, 2 ലക്ഷം രൂപ, 3 ലക്ഷം രൂപ, 10 ലക്ഷം രൂപ വില വരെയുള്ള 1 കിലോയ്ക്കുള്ള ഏതാനും ചില തടികളുണ്ടത്രേ. ആ ഊതിന്റെ തടികളൊന്നും എടുത്ത് മൂക്കിലേക്ക് വെച്ചാലും മണമുണ്ടാവൂല. അതിന് മണം വേണമെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്നറിയോ? അതിന് തീ കൊളുത്തിയാലേ അതിന്റെ പുക വെളിയിലേക്ക് വരും, മണക്കുകയുള്ളൂ. എന്ന് പറഞ്ഞാൽ പരീക്ഷണങ്ങളും പ്രയാസങ്ങളും വരുമ്പോഴാ, പ്രതിസന്ധികൾ വരുമ്പോഴാണ് ഒരു മനുഷ്യന്റെ സ്വത്വബോധം ഉണരുക. അവന്റെ ഉള്ളിലുള്ള അവന്റെ ജാജ്വല്യമാനമായ അവന്റെ പ്രഭലോകത്തോട്ട് പരന്നു പോകുന്നതപ്പോഴാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹ് പറയുകയാ, ഇസ്ബിർ ഇന്നൽ ആഖിബത ലിൽ മുത്തഖീൻ. നീ ക്ഷമിക്കണേ മോനെ, ക്ഷമിച്ചാൽ നിനക്ക് അല്ലാഹു തരുന്നത് ഏറ്റവും നല്ല വിജയകരമായ അന്ത്യമാണ്, ഏറ്റവും നല്ല മനോഹരമായ അന്ത്യമാണ് നിനക്ക് അല്ലാഹു തരുക. അതുകൊണ്ട് 1, 2 ഞാൻ പറഞ്ഞു. ഒന്നാമത്തേത് പ്രിയപ്പെട്ടവരെ, പടച്ചവനോട് സഹായം തേടലാണ്. രണ്ടാമത്തേത് ക്ഷമയവലംബിക്കല. ഇനി മൂന്നാമതായി അല്ലാഹു പറഞ്ഞതെന്തെന്നറിയോ? സൂറത്ത് ത്വാഹയിലെ കാണാ, അല്ലാഹ് പറയുകയാണ്, വഅ്മുർ അഹ്ലക ബിസ്സലാ വസ്തബിർ അലൈഹാ ലാ നസ്അലുക റിസ്ഖൻ നഹ്നു നർസുഖുക വൽ ആഖിബതു ലിത്തഖ്വാ. സൂറത്ത് താഹയിലെ 132-ാമത്തെ ആയത്തിൽ കാണാ, അല്ലാഹ് പറയുകയാണ്, നബിയെ അങ്ങ് കൽപ്പിക്കുക, വഅ്മുർ അഹ്ലക, അങ്ങയുടെ കുടുംബത്തോട് പറയൂ നബിയെ. എന്താ പറയേണ്ടത്? ബിസ്സലാ, 5 നേരം പള്ളിയിൽ നിന്ന് ബാങ്ക് കേൾക്കുമ്പോ അള്ളാന്റെ മുന്നിൽ സുജൂദ് ചെയ്യാനുള്ള മടി വേണ്ട മുസ്ലിമേ, നമസ്കാരത്തിന്റെ മടി മാറ്റണേ മുസ്ലിമേ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സകാത്ത് വെച്ചതെപ്പോഴാണ്? വർഷത്തിൽ ഒരൊറ്റ തവണയാണല്ലോ. അതും ഉണ്ടെങ്കിലല്ലേ വെച്ചത് കൊടുക്കേണ്ടത്. 2.5% പാവപ്പെട്ടവന് കൊടുക്കേണ്ടത്. അതും നിന്റെ ആ അളവനുസരിച്ച് നിന്റെ കയ്യിൽ ഉണ്ടെങ്കിലാ കൊടുക്കേണ്ടത്. വർഷത്തിൽ 1 മാസക്കാലമാണ് നോമ്പ് പിടിക്കേണ്ടത്. ആരോഗ്യമുണ്ടെങ്കിലാ നോമ്പ് പിടിക്കേണ്ടത്. ആരോഗ്യമുണ്ടെങ്കിലാ നോമ്പ് പിടിക്കേണ്ടത്. അതുപോലെ ഹജ്ജുള്ളത് എപ്പോഴാണ്? ഉംറയുള്ളത് എപ്പോഴാണ്? ആയുസിൽ ഒരൊറ്റ വട്ടമാണ് ഹജ്ജും ഉംറയും ഉള്ളത്. സഹോദരങ്ങളെ, അതും പോകാനുള്ള വഴിയാലും സാമ്പത്തികമായും അതുപോലെ ശാരീരികമായും നിനക്ക് എല്ലാ നിലയിലുമുള്ള എല്ലാ സൗകര്യങ്ങളും ഒത്തിണങ്ങുമ്പോഴാ. എന്നാ നമസ്കാരം നിങ്ങൾ നോക്കൂ. ഒരു ദിവസം പ്രഭാത സൂര്യൻ പൊട്ടിവിടരുന്നത് മുതൽ കിഴക്കൻ ചക്രവാളത്തിൽ അരുണകിരണങ്ങൾ പ്രകടമാകുന്നത് മുതൽ പടിഞ്ഞാറൻ ചക്രവാളത്തിലെ സൂര്യന്റെ അസ്തമയം വരെ അല്ലാഹു 5 നേരത്തെ നമസ്കാരം നിർബന്ധമാക്കിയില്ലേ? ആ നമസ്കാരം അല്ലാഹു ദൈനംദിനം നൈരന്തര്യം ചെയ്യാൻ നമ്മളോട് കൽപ്പിച്ചില്ലേ? മുസ്ലിം ചെറുപ്പക്കാരാ, അല്ലാഹു ഹജ്ജ് നിർബന്ധമാക്കിയത് ഭൂമിയിൽ വെച്ചാ മോനെ, സകാത്ത് നിർബന്ധമാക്കിയത് മണ്ണിൽ വെച്ചാ പെങ്ങളെ. അതുപോലെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നോമ്പ് നിർബന്ധമാക്കിയതും ഈ ഭൂമിയിൽ വെച്ച് തന്നെയാ. പക്ഷേ നമസ്കാരം എപ്പോഴെന്നറിയോ? വറഅജായിബ ആലമിൽ മലകൂതി വസറായിറൻ നാസൂതി വൽ ജബറൂതി. 7 ആകാശങ്ങളും കടന്ന്, അർശ് കടന്ന്, കുർസ് കടന്ന്, ലൗഹ് കടന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ മുന്നിലേക്ക് എത്തിയല്ലോ. റഫ് കഴിഞ്ഞ്, മഖാമു ശരീഫുൽ അഖ്ലാം കഴിഞ്ഞ്, സിദ്റത്തുൽ മുൻതഹ കഴിഞ്ഞ്, 10ാമത് അല്ലാഹുമായിട്ടുള്ള മുനാജാത്തിന്റെ ഇടമെത്തിയല്ലോ. ആ സമയത്തല്ലേ നിസ്കാരം അല്ലാഹു നിർബന്ധമാക്കിയത്. ആകാശങ്ങൾക്ക് മുകളിൽ, 7 ആകാശത്തിന്റെ മുകളിൽ, സിദ്റത്തുൽ മുൻതഹയുടെ മുകളിൽ, മഖാമു ശരീഫുൽ അഖ്ലാമിന്റെ മുകളിൽ, റഫിന്റെ മുകളിൽ, അല്ലാഹുവിന്റെ മുനാജാത്തിന്റെ മുകളിൽ, അവിടുത്തെ ആ പരിശുദ്ധമായ സവിധത്തിൽ വെച്ചല്ലേ നിസ്കാരം നിർബന്ധമായത്. അതുകൊണ്ട് മുസ്ലിമേ, നമസ്കാരത്തിൽ അവഗണന വേണ്ട. നമസ്കാരം മുറ പോലെ നിർവഹിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അല്ലാഹ് പറയുന്നു, വഅ്മുർ അഹ്ലക ബിസ്സലാ വസ്തബിർ അലൈഹാ
5 നേരത്തെ നമസ്കാരം നബിയെ അങ്ങ് കൽപ്പിക്കുക. എന്നിട്ട് അതിൽ നിങ്ങൾ അടിയുറച്ച് നിൽക്കുക. വല്ലാഖിബത്തു ലിത്തഖ്വാ, അല്ലാഹു പറയുന്നു അന്തിമ വിജയം മുത്തഖീങ്ങൾക്ക്. അതുകൊണ്ട് നമസ്കാരം നിർവഹിക്കാത്തവര് നല്ല മരണം കിട്ടുമെന്ന് പ്രതീക്ഷിക്കണ്ട. മഹാനായ ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹുവിനെ അറിയുമല്ലോ. ഹസനുൽ ബസ്രി റളിയല്ലാഹു തആല അൻഹു ഒരു വഖത്ത് ഖലാക്കുന്ന ആളല്ല, ഒരു ജമാഅത്ത് മുടങ്ങുന്ന ആളല്ല. ഒരിക്കൽ ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു പള്ളിയിലെത്തുമ്പോ ഒരു വഖത്തിന്റെ ഒരു ജമാഅത്തിന്റെ ഏതാനും റക്അത്തുകൾ അങ്ങ് നഷ്ടപ്പെടുകയാ. പള്ളിയുടെ മൂലയിൽ ഇരുന്ന് കരയാൻ തുടങ്ങി, പൊട്ടി പൊട്ടി കരയാൻ തുടങ്ങി. അവസാനം പ്രിയപ്പെട്ടവരെ 2 പേര് വന്നിട്ട് ഹസൻ ബസരിയെ തങ്ങളെ ആശ്വസിപ്പിക്കുകയാ, സമാധാനപ്പെടുത്തുമ്പോ ഹസൻ ബസരി തങ്ങളെ പറഞ്ഞെന്തെന്നറിയോ? ഈ നാട്ടിൽ എന്റെ പൊന്നുമോനങ്ങ് മരിച്ചുപോയാ, എന്റെ പൊന്നുമോനങ്ങ് മരണപ്പെട്ടു പോയാ എന്റെ വീട്ടിലെ ആളുകൾ ഒഴുകി വരുമല്ലോ. എന്നിട്ട് പറയും സങ്കടപ്പെടല്ലേ, പടച്ചോൻ തന്നത് തിരിച്ചെടുത്തു. അള്ളാഹു നിങ്ങളെ തിരിച്ചെടുത്തിരിക്കുകയാ, നിങ്ങളുടെ മോനെ തിരിച്ചെടുത്തിരിക്കുകയാ. ഇത് പറഞ്ഞിട്ട് അള്ളാഹുവിന്റെ ആ വിധിയിൽ പൊരുത്തപ്പെടാൻ, തൃപ്തിപ്പെടാൻ എന്നെ പ്രേരിപ്പിക്കുമല്ലോ നാട്ടുകാര്. എന്നാൽ ഒരിക്കൽ പോലും ഇവിടത്തെ ജനങ്ങള് എന്റെ നമസ്കാരം നഷ്ടപ്പെട്ടതിന്റെ മൂല്യം മനസ്സിലാക്കിയില്ല. ഒരാളും വന്ന് ആശ്വസിപ്പിക്കുന്നില്ലല്ലോ. ഖലായി പോയ നിസ്കാരത്തിന്റെ കഥയല്ല, ജമാഅത്ത് നഷ്ടപ്പെട്ടതല്ല. ഏതാനും ചില റക്അത്തുകൾ അവിചാരിതമായി നഷ്ടപ്പെട്ടപ്പോ ഇടയപ്പിന്റെ ഉള്ളറകളിൽ വേദന സഹിക്കാൻ കഴിയാതെ പൊട്ടിക്കരഞ്ഞുപോയ മഹാനായ സയ്യിദുനാ ഹസനുൽ ബസ്രി റളിയല്ലാഹു തആല അൻഹു. ചിന്തിക്കണേ ഓടയത്തുകാരാ, എന്റെ പ്രിയപ്പെട്ട സഹോദരീ സഹോദരങ്ങളെ, ഒരു വഖത്ത് നിസ്കാരം നഷ്ടപ്പെട്ടു പോയാ നമ്മൾ വേദനിക്കാറുണ്ടോ? ഇല്ല, ഒരിക്കലുമില്ല. നമുക്കെന്ത് വേദന, നമുക്കെന്ത് സങ്കടം. കുറെ വിവാഹിതരാകാത്ത സഹോദരിമാരെന്റെ മുമ്പിലുണ്ടല്ലോ, അവിവാഹിതകളായ സഹോദരിമാരെന്റെ മുമ്പിലുണ്ടല്ലോ. ഒരു കാര്യം ഞാൻ പറയട്ടെ പെങ്ങളെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നിന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ നിർണായക ഘട്ടത്തിലേക്ക്, അഥവാ ജീവിതത്തിന്റെ 2ാം ഘട്ടത്തിലേക്ക് നീ കാലെടുത്തു വെക്കും. വിവാഹിക ജീവിതത്തില്, ആ വൈവാഹിക ജീവിതത്തില് നീ നിന്റെ പ്രിയപ്പെട്ട മാരനോടൊപ്പം സഞ്ചരിക്കുമ്പോ, യാത്ര ചെയ്യുമ്പോ, വിവാഹത്തിന്റെ സുന്ദരമായ സന്തോഷത്തിന്റെ രഥത്തിലേറിയിട്ട് സഞ്ചരിക്കുമ്പോ, ആ കല്യാണത്തിന്റെ അന്ന് ഞാൻ ചോദിക്കട്ടെ പെങ്ങളെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നിനക്കൊരു മാരനെ തന്നല്ലോ. ആ പ്രിയപ്പെട്ടവന് നിനക്ക് കിട്ടിയതെങ്ങനാണ്? കല്യാണം നടക്കുന്നില്ല. നടക്കുന്ന കല്യാണം നടക്കാതെ വന്നപ്പോ ഒരുപാട് ഖത്മോദി, ഒരുപാട് ദിക്ർ ചൊല്ലി, ഒരുപാട് സ്വലാത്ത് ചൊല്ലി, ഒരുപാട് ദാനധർമ്മങ്ങൾ നടത്തി, ഒരുപാട് മജ്‌ലിസുകളിൽ പൊട്ടിക്കരഞ്ഞു ദുആരുന്നു, സുന്നത്ത് നോമ്പ് പിടിച്ചു, സുന്നത്ത് നമസ്കാരങ്ങൾ നിർവഹിച്ചിട്ട് അവസാനം നിനക്കൊരു കല്യാണം ശരിയായി. ആ കല്യാണത്തിന്റെ അന്ന് വസ്ത്രമെടുത്ത് അണിഞ്ഞൊരുങ്ങിയിട്ട് നീ കല്യാണത്തിന്റെ കതിർ മണ്ഡപത്തിലേക്ക് പോകുമ്പോ, പ്രിയപ്പെട്ട മണവാട്ടിയായി അണിഞ്ഞൊരുങ്ങി പോകുന്ന പെണ്ണേ, ഞാൻ ചോദിക്കുകയാണ്, 11:30-12 മണിക്ക് നിക്കാഹിന്റെ സമയത്ത് നിന്റെ പ്രിയപ്പെട്ടമാരൻ നിക്കാഹ് കഴിഞ്ഞിട്ട് താലി കെട്ടാൻ വരുമ്പോ കഴുത്ത് നീട്ടിക്കൊടുക്കുന്ന പെണ്ണേ, അന്നത്തെ ളുഹർ നിസ്കാരം നിസ്കരിക്കുന്ന ഏത് പുതിയ പെണ്ണാവുള്ളത്? എത്രയോ സുന്നത്ത് നിസ്കരിച്ചിട്ട് നിനക്കൊരു മാരനെ തന്നതാ അള്ളാഹു. നിനക്ക് ജീവിതത്തിൽ ഒരു ഭർത്താവിനെ തന്നപ്പോ അന്നത്തെ ളുഹർ നിസ്കരിക്കുന്ന ഏത് പുതിയ പെണ്ണാവുള്ളത്? അസ്ർ നിസ്കാരമുള്ള ഏത് പെണ്ണാവുള്ളത്? കാരണം വിളിച്ചോണ്ട് പോക്ക് അങ്ങോട്ട്, തിരിച്ചു വരവ് ഇങ്ങോട്ട്, പിന്നെ അടുക്കള, പിന്നെ പല പല കാര്യങ്ങളായി. അസ്ർ നിസ്കാരമില്ല. മഗ്രിബിനാണെങ്കിലോ എല്ലാം കഴിഞ്ഞ് തിരിച്ചെത്തുന്ന ക്ഷീണമാണ്, സമയമില്ല. ഇശായാണെങ്കിലോ വല്ലാത്ത ക്ഷീണമാണ്. സുബഹി പിന്നെ പറയേണ്ട കാര്യവുമില്ല. വഖത്തുകൾ 5 നഷ്ടപ്പെടുത്തിയതല്ലേ. നിന്റെ കുടുംബ ജീവിതത്തിൽ എങ്ങനാ സന്തോഷം വരിക? നിനക്ക് നിന്റെ കല്യാണത്തിന് തിരക്കെന്നാണ് പറയാൻ കഴിയുന്നതെങ്കിൽ, ഒരു രോഗം വരുമ്പോ നിസ്കാരം ഒഴിവാക്കുന്നവരെ, മദീനത്തുൻ നബവിയുടെ അകത്തളങ്ങളിൽ മിഹ്റാബിനകത്ത് ഒരു ചെറിയ എണ്ണവിളക്കിന്റെ വെളിച്ചത്തിൽ സുബഹി നിസ്കാരത്തിന് ഇമാമത്ത് നിൽക്കാ ഉമറുൽ ഫാറൂഖ് തങ്ങൾ കടന്നു വരികയാ. ഉമർ റളിയല്ലാഹു അൻഹു കടന്നു വന്നിട്ട് സുബഹി നിസ്കാരത്തിന് സഫ് കെട്ടി നിൽക്കുന്ന ആളുകളെ, സഹാബത്തിനെ
നേരെ സൊഫ് ശരിപ്പെടുത്താ പറയുന്ന നിമിഷത്തിലാണ് മഹാനായ ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹുവിനെ അവിടെ ജനങ്ങളിലേക്ക് തിരിഞ്ഞിട്ട് നേരെ സഫുകൾ ചുവട് വെക്കണമെന്ന് പഠിപ്പിക്കുമ്പോ അവിടത്തെ ഒരു വിരിയുടെ പിന്നിൽ ഒളിച്ചു നിന്നിരുന്ന അബൂ ലുഅ്ലുഅ എന്ന് പറയുന്ന മുഗീറത്ത് ഇബ്നു ശുഅബ റളിയല്ലാഹു അൻഹുവിന്റെ വേലക്കാരനായ ആ പറയുന്ന അബൂ ലുഅ്ലുഅ ഇരട്ട മൂർച്ചയുള്ള ആ കടാര കൊണ്ട് അടിവയറ്റിലേക്ക് കുത്തിക്കയറ്റിയിട്ട് ഉമർ റളിയല്ലാഹു അൻഹു പെടഞ്ഞു വീടില്ലേ, മദീനത്തുർ റസൂലിലെ പെടഞ്ഞു വീണില്ലേ. ആ സമയത്ത് മഹാനായ ഉമർ തങ്ങൾ ചോദിച്ചതെന്തെന്നറിയോ? ഓർമ്മ വന്നപ്പോൾ, ബോധം തിരിച്ചു വന്നപ്പോ ഉമർ റളിയല്ലാഹു അൻഹു അവിടെ നിന്ന ആളുകളോട് ചോദിച്ച ചോദ്യം എന്തെന്നറിയോ? ഞാൻ സുബഹി പൂർത്തിയാക്കിയോ എന്നാ, ഞാൻ സുബഹി പൂർത്തിയാക്കിയോ എന്നാ. കാരണം നിസ്കാരത്തിന് വേണ്ടി കൈകെട്ടുന്ന സമയത്ത് അബൂ ലുഅ്ലുഅയുടെ ഇരട്ട മൂർച്ചയുള്ള ഇരട്ടത്തലയുള്ള കത്തി അടിവയറ്റിലേക്ക് കുത്തിക്കയറ്റപ്പെടുമ്പോൾ ബോധം കെട്ട് നിലത്ത് വീഴുന്ന സയ്യിദുനാ ഉമർ തങ്ങൾക്ക് ബോധം വന്നപ്പോ നിസ്കരിച്ചോ ഇല്ലയോ എന്ന് തിരിച്ചറിയുന്നില്ല. മരണക്കിടക്കയിൽ അടിവയറ്റിൽ വേദന കൊണ്ട് പുളയുമ്പോഴും മഹാനായ ഉമർ തങ്ങളുടെ ചിന്ത നിസ്കാരമായിരുന്നു. നമ്മുടെ കയ്യിലെങ്ങാൻ ഒരു ചെറിയ മുറിവ് വന്നാൽ നമ്മൾ പിന്നെ എത്ര മാസമാണ് നിസ്കാരം ഒഴിവാക്കുന്നത്? എന്നിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നു അന്തിമ വിജയം നന്നായിട്ട്, ചിരിച്ചു മരിക്കാൻ വേണ്ടിയിട്ട് ആരൊക്കെ ചിരിച്ചു മരിക്കണമെങ്കിൽ സിനിമ കണ്ടോണ്ട് മരിച്ചാൽ മതി, അപ്പൊ ചിരിക്കും. ചിരിച്ചു മരിക്കാൻ കൊതിക്കണം അത്രേ. എങ്ങനെ ചിരിച്ചു മരിക്കും? ചിരിച്ചു മരിക്കണമെങ്കിൽ അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നു, നിങ്ങൾ നിസ്കാരം കൃത്യമായി നിർവഹിക്കുക. നിസ്കാരം കൃത്യമായി നിർവഹിച്ചാൽ നിങ്ങൾക്ക് നല്ല മരണം കിട്ടും. സൂറത്ത് ത്വാഹയിലെ ആയത്തായത്. നിങ്ങൾക്ക് നല്ല മരണം കിട്ടും. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് നല്ല മരണം, ഏറ്റവും നല്ല മരണം അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഉറക്കം വരുന്നില്ലല്ലോ? വരുന്ന പ്രിയമുള്ള സഹോദരങ്ങളെ, നമസ്കാരത്തിലൂടെ അല്ലാഹു നമുക്ക് തരുന്നത് നല്ല മരണമാണ്. 5 നേരം നിസ്കരിക്കണം. നിസ്കാരമുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം നല്ല മരണം കിട്ടും. അല്ലാതെ 27 രാവിൻ്റെ അന്ന് മരിച്ചു, അല്ലെങ്കിൽ 17 രാവിൻ്റെ അന്ന് മരിച്ചു, അല്ലെങ്കിൽ നബി പെരുന്നാളിൻ്റെ അന്ന് മരിച്ചു എന്ന് പറഞ്ഞിട്ട് വിജയിക്കണമെന്നുണ്ടോ? ഉണ്ടോ? അത് പിന്നെ എങ്ങനെ വിജയിക്കും? മുമ്പൊരാൾ 27 രാവിന് മഹത്വം മനസ്സിലാക്കിയിട്ട് അന്ന് കയറി തൂങ്ങിച്ചത്ത്, 27 രാവിൻ്റെ അന്ന് മരിച്ച്, അവർ രക്ഷപ്പെടുമല്ലോ. അപ്പൊ ശനിയാഴ്ച മരിക്കുന്നവരോ 1-ാം രാവിലെ മരിക്കുന്നവരോ അവരൊന്നും രക്ഷപ്പെടാത്തവരാ? നമ്മൾ 5 നേരം നിസ്കരിക്കോ? വേറെ ഒന്നും അല്ലാഹു ദിവസവും നമ്മോട് ആവശ്യപ്പെട്ടില്ലല്ലോ. വർഷത്തിൽ ഒരൊറ്റ മാസം നോമ്പ് പിടിക്കുക. വർഷത്തിൽ ഉണ്ടെങ്കിൽ ഒരു പ്രാവശ്യം നിങ്ങൾ സക്കാത്ത് കൊടുക്കുക. ആയുസിൽ ഒറ്റ ഹജ്ജ് ചെയ്തോ? ഉംറ ചെയ്തോ? പിന്നെ നിസ്കാരം 24 മണിക്കൂറുണ്ട്, 24 മിനിറ്റ് കൂടിപ്പോയാ. ഇനി വലിയ സൂറത്താണെന്നുണ്ടെങ്കിൽ പെട്ടുപോകും, അത്ര തന്നെ. 24 മിനിറ്റ് അതിൽ നമ്മൾ അള്ളാഹുവിന് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ എൻ്റെ പൊന്നു സഹോദരങ്ങളെ, അതുകൊണ്ടല്ലേ അള്ളാഹു നമ്മളെ എന്ത് വാക്കാ പറഞ്ഞത്? വൽആദിയാത്തി ളബ്ഹൻ ഫൽമൂരിയാത്തി ഖദ്ഹൻ ഫൽമുഗീറാത്തി സുബ്ഹൻ ഫഅസർന ബിഹി നഖഅൻ ഫവസത്ന ബിഹി ജംഅൻ ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ്. പ്രഭാതമാകുമ്പോൾ പൊടിപടലങ്ങൾ പാറിപ്പിച്ചുകൊണ്ട് പടർക്കളത്തിലേക്ക് പാഞ്ഞെടുക്കുന്ന പടക്കുതിരയെ തന്നെയാണ് സത്യം. മനുഷ്യൻ നന്ദി കെട്ടവനാണ്. നമ്മൾ നന്ദിയില്ലെന്ന് പറയാൻ വേണ്ടി അല്ലാഹു തആല സത്യം ചെയ്ത് എന്തിനെ കൊണ്ടാ? പടക്കുതിരയുടെ മുതുകത്ത് കയറിയിരുന്നിട്ട് പടയാളി പറയാണ് പറക്കടാന്ന് പറഞ്ഞാൽ പറക്കും, ചാടടാന്ന് പറഞ്ഞാൽ ചാടും. ഇവൻ വെള്ളം തരാത്തവനാണ്, ഇവൻ തീറ്റ തരാത്തവനാണ്, ഇവൻ ഇന്നലെ എന്നെ അടിച്ചവനാ, അതൊന്നും കുതിരയ്ക്കൊരു പ്രശ്നമല്ല. ആ നന്ദിയുള്ള ജീവിയെ കൊണ്ട് സത്യം ചെയ്തിട്ട് അല്ലാഹു പറയാ, മനുഷ്യനുണ്ടല്ലോ നന്ദി കെട്ടവനാണ്. എല്ലാം കൊടുത്ത അല്ലാഹു, ഒരു അസുഖവും ഇല്ല. പയർ ഓടും പോലെ ഓടും, ഒരസുഖവും ഇല്ല. നല്ല ആവശ്യത്തിന് പൈസ, നല്ല ഭാര്യ, നല്ല ഭർത്താവ്, വീട്ടുമുറ്റം നിറച്ച് മക്കള്, അലമാര നിറച്ച് ഡ്രസ്സ്, അക്കൗണ്ട് നിറച്ച് പൈസ.
എല്ലാ സൗഭാഗ്യമുണ്ട്. നിസ്കരിക്കാൻ പറയുമ്പോൾ കഴിയില്ല. അപ്പോൾ നമ്മളെ അള്ളാഹു എന്താ വിളിക്കേണ്ടത്? അതുകൊണ്ട് നമസ്കാരം കൃത്യമായി നിർവഹിക്കുന്നവർക്ക് നല്ല മരണം കിട്ടും. വേറെ ഒന്നും നമ്മൾ ചെയ്യാനുള്ള പറയുന്നില്ലല്ലോ. പ്രതിസന്ധികൾ വരുമ്പോൾ സഹായം റബ്ബിനോട് തേടിയിട്ട് ക്ഷമിക്കുക. പിന്നെ നിങ്ങൾ 5 നേരം നിസ്കരിക്കുക. ഇനി ഒന്നുകൂടെ പറയുന്നുണ്ട്, ഇത് ഖുർആനാണ്, 4 സ്ഥലത്തേ ഇങ്ങനെ പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് നമസ്കാരത്തിൽ നമുക്ക് മാത്രമല്ല നമസ്കാരമുള്ളത്, നമ്മളോട് മാത്രമല്ല നമസ്കാരത്തെ പറ്റി അല്ലാഹു പറഞ്ഞിട്ടുള്ളത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോടല്ല പറഞ്ഞല്ലോ, ദുൽഖഅദ മാസത്തിലാ നമ്മളുള്ളത്. അടുത്തത് ദുൽഹിജ്ജ മാസമാണ്. ഈ 2 മാസങ്ങൾ ഹജ്ജിന്റെ മാസങ്ങളാണ്. ഈ 2 മാസത്തിൽ എപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്നത് ഇബ്രാഹിം നബിയാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോടല്ല പറയുകയാണ്, ജീവിതത്തിന്റെ സായസന്ധിയിൽ കിട്ടിയ മകനെ കൊണ്ടുവന്ന് ഹറമിന്റെ ഭാഗത്തൊഴിവാക്കുവോ? ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്റെ പൊന്നുമോനെയും ഭാര്യയും വിളിച്ചു. പ്രസവാനന്തര ശുശ്രൂഷ കിട്ടാത്ത ഹാജർ, ഗർഭാശയത്തിന്റെ നനവ് വിട്ടുമാറാത്ത, കാലിന്റെ ഇളം ചുവപ്പ് വിട്ടുമാറാത്ത ഇസ്മായിൽ അലൈഹിസ്സലാം രണ്ടുപേരെയും വിളിച്ചുകൊണ്ട് നേരെ വരികയാണ്. എവിടെ? റബ്ബനാ ഇന്നി അസ്കന്തു മിൻ ദുരിയതി ബിവാദിൻ ഗൈരി ദി സർഇൻ ഇൻദ ബൈതികൽ മുഹറം റബ്ബനാ ലിയുഖീമുസ്സലാ. ജനരഹിതമായ ഫലരഹിതമായ ജലശൂന്യവും ഫലശൂന്യവുമായ ഹറമിന്റെ തൊട്ടടുത്ത് ഞാൻ എന്റെ മോനെ കൊണ്ടുവന്നു ഉപേക്ഷിച്ചത് എന്തിനെന്നറിയോ? അല്ലാ റബ്ബനാ എന്റെ പരമ്പരകൾ നിസ്കാരമുള്ളവരാകാൻ വേണ്ടിയാ, എന്റെ മോനെ നിസ്കാരമുള്ളവനാകാൻ വേണ്ടിയാ. ഉത്സവപ്പറമ്പിൽ കൈപിടിച്ചു പോയാലും മാത്രം പോരാ, മാളുകളിൽ മക്കളുടെ കൈപിടിച്ചു പോയാലും മാത്രം പോരാ. തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല. കടപ്പുറത്ത് കടല് കാണാൻ, കരയിലെ കപ്പലണ്ടി കുറിക്കാൻ മക്കളുടെ കൈ പിടിച്ചു പോയാലും മാത്രം പോരാ. വാപ്പാന്റെ കയ്യിൽ മോനെ കൊടുത്തിട്ട് പറയണം, മനുഷ്യ പള്ളിയിലൂടെ കൊണ്ടുപോവോ അവനെ, അവൻ നിസ്കാരം കാണട്ടെ, അവൻ ഒളു പഠിക്കട്ടെ, അവന് അദബ് നേടട്ടെ, അവൻ അല്ലാഹനെ മനസ്സിലാക്കട്ടെ, അവൻ റസൂലിന്റെ പേരിൽ സലാത്ത് ചെല്ലട്ടെ, അവൻ നല്ലതുപോലെ പള്ളിയുമായി ബന്ധപ്പെടട്ടെ. അതാണ് ഇബ്രാഹിം നബി ചെയ്തത്. ചെറിയ കുഞ്ഞായിരിക്കുമ്പോ നിസ്കാരം നിർവഹിക്കുന്നവരാകാൻ വേണ്ടിയാ. ഇത് ഇബ്രാഹിം നബിയുടെ കഥയാണെങ്കിൽ മൂസാ നബി അലൈഹിസ്സലാമിന്റെ കഥ അറിയുമോ? മൂസാ നബി അലൈഹിസ്സലാമും തന്റെ പ്രിയപ്പെട്ടവളും കൂടി കടന്നു വരുമ്പോ, ആ സമയത്താണ് മൂസാ നബി അലൈഹിസ്സലാം തൂർ സീനാ പർവ്വതത്തിന്റെ മുകളിൽ ഒരു മിന്നാമിനിങ്ങിന്റെ നിറങ്ങുവട്ടം കാണുന്നത്. മൂസാ നബി എന്താണെന്നറിയാൻ വേണ്ടി അങ്ങോട്ട് പോകുമ്പോ അവിടെ നിന്നൊരു അശരീരി മുഴങ്ങുകയാ. എന്താണെന്നറിയോ? ഓ മൂസ, ഞാൻ നിന്നെ തെരഞ്ഞെടുത്തിരിക്കുകയാ, അതുകൊണ്ട് പറയുന്നത് സാഗോദം കേൾക്കുക. ഇന്നനീ അനല്ലാഹ്, ഞാൻ അല്ലാഹയാണ് മൂസ. ലാ ഇലാഹ ഇല്ലാ അന, ഞാനല്ലാതെ വേറെ ആരും ആരാധ്യനായില്ല. ഫഅബ്ദുനീ, എന്നെ ആരാധിക്കണേ. വാഖിമിസ് സ്വലാത്ത ലിദിക്രി, എന്നെ ഓർക്കാൻ നീ നിസ്കരിക്കും മൂസ നബിയേ. മൂസാ നബിക്കും കൊടുത്ത നിസ്കാരമാണ് റബ്ബിനെ ഓർക്കാൻ. ഇബ്രാഹിം നബി മൗനെ കൊണ്ടുവന്നാക്കിയത് നിസ്കാരത്തിന് വേണ്ടിയാ. ഇനി മഹാനായ ഈസാ നബിയെ ചിന്തിക്ക്. ഈസാ നബി പറഞ്ഞത് എന്താണ്? വജഅലനീ മുബാറകൻ ഐനമാ കുന്തു വഔസാനി ബിസ്സലാത്തി വസ്സകാത്തി മാ ദുംതു ഹയ്യാ. അല്ലാഹു എന്നെ മുബാറക്കാക്കിയിരിക്കുകയാണ്, അനുഗ്രഹീതനാക്കിയിരിക്കുകയാ. ഐനമാ കുന്തു, ഞാൻ എവിടെ പോയാലും ഞാൻ അനുഗ്രഹീതൻ തന്നെ. എന്നിട്ടോ വഔസാനി ബിസ്സലാ, അല്ലാഹു നിസ്കാരം കൊണ്ട് എന്നോട് കൽപ്പിച്ചിരിക്കുക, സകാത്ത് കൊണ്ട് എന്നെ കൽപ്പിച്ചിരിക്കുകയാണ്. ഞാൻ ജീവിച്ചിരിക്കുന്ന കാലം അത്രയും നിസ്കരിക്കണം, ഞാൻ ജീവിച്ചിരിക്കുന്ന കാലം അത്രയും സകാത്ത് കൊടുക്കണം. അല്ലാഹു എന്നെ അതിനെ തിരഞ്ഞെടുത്തിരിക്കുകയാ. ഈസാ നബി അലൈഹിസ്സലാം ഡമാസ്കസിലെ വെള്ളമിനാരത്തിന്റെ മുകളിൽ ലോകാവസാനത്തിന്റെ സമയത്ത് പറന്നിറങ്ങുമ്പോ ആ ഈസാ നബി അലൈഹിസ്സലാം നിസ്കരിക്കണം 5 നേരം. ഉമ്മത്തു ശരീഅത്തുൻ നബിയാണ്.
ഇവിടെ മുത്തു മുസ്തഫാന്റെ ശരീഅത്താണ്, നിയമമാണ്. സഹോദരങ്ങളെ, നമസ്കാരം നമുക്ക് മാത്രമുള്ളതല്ല. എല്ലാ ആളുകളും പ്രവാചകന്മാരെ നിസ്കരിച്ചിട്ടുണ്ട്. പിന്നെ കോലത്തിലും രൂപത്തിലും ഒക്കെ ചില വ്യത്യാസങ്ങളുണ്ട്, അത്രയേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് നമസ്കാരം കൃത്യമായി നിർവഹിക്കുന്നവന് അള്ളാഹു കൊടുക്കുന്ന സമ്മാനമാണ് പ്രിയപ്പെട്ടവരെ, ഏറ്റവും നല്ല സമ്മാനമാണ്. അവന് നല്ല മരണം കൊടുക്കും. അതുകൊണ്ട് നിസ്കരിച്ചോളി. നിസ്കാരം ഒരിക്കലും മുടക്കേണ്ട കാര്യമില്ല. അള്ളാഹു നമുക്ക്, അതുകൊണ്ടാണല്ലോ യാത്രക്കാരനാണെങ്കിൽ നീ 2 നിസ്കരിച്ചോ. കൃത്യമായി വണ്ടിയുടെ പ്രശ്നമുണ്ട് എന്നാ പിന്നെ ലോഹർ അസറും കൂടെ നീ ഒരു സമയത്ത് നിസ്കരിച്ചോ. ഇത്രയാ നിന്ന് നിസ്കരിക്കാൻ പറ്റും എന്നാ പിന്നെ ഇരുന്ന് നിസ്കരിക്ക്, അതിനും പറ്റുന്നില്ല. എന്നാ കിടക്കാനും പറ്റുന്നില്ല എന്നാ നീ കണ്ണുകൊണ്ട് നിസ്കരിക്ക്, അതിനും പറ്റുന്നില്ല. എന്നാ നിസ്കാരത്തിന്റെ പ്രവർത്തനങ്ങൾ നിന്റെ കൽബിൽ നീ കൊണ്ടുപോവാ. ഇത്രയും ആനുകൂല്യങ്ങൾ തരുന്ന അള്ളാഹു നിസ്കാരത്തിന് അത്രയും ഗൗരവമുള്ളത് കൊണ്ടല്ലേ. അതുകൊണ്ട് നല്ല മരണം വേണമെങ്കിൽ നമസ്കാരം നിലനിർത്തുക. ഏറ്റവും ഒടുവിൽ അല്ലാഹ് പറയുകയാണ്, 4ാമത്തെ കാര്യമാണ് തിൽക ദാറുൽ ആഖിറ നജഅലുഹാ ലില്ലദീന ലാ യുരീദൂന ഉലുവൻ ഫിൽ അർളി വലാ ഫസാദാ വൽ ആഖിബതു ലിൽമുത്തഖീൻ. വിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ ഖസസിൽ അല്ലാഹ് പറയുകയാ, 4ാമത് നമ്മൾ ചെയ്യേണ്ടത് എന്തെന്നറിയോ? അല്ലാഹ് പറയുകയാണ്, തിൽക ദാറുൽ ആഖിറ, ഈ സൽസബീലിന്റെ സ്വർഗമുണ്ടല്ലോ, ഈ അനുഗ്രഹീതമായ സ്വർഗം, ആ സ്വർഗം നജഅലുഹാ ലില്ലദീ, ഒരു കൂട്ടം ആളുകൾക്കാണ് നാം കൊടുക്കുന്നത്. ഒരു കൂട്ടം ആളുകൾക്കാണ് നാം സ്വർഗം കൊടുക്കുക. ആ ആളുകളുടെ പ്രത്യേകത എന്ത്? ലാ യുരീദൂന ഉലുവൻ ഫിൽ അർളി, അവര് ഭൂമിയിൽ ഒരു ഉന്നതിയും ഉയർച്ചയും ആഗ്രഹിക്കൂല. അവര് ഒരിക്കലും ഈ ഭൂമി ലോകത്ത് അഹങ്കാരത്തോടെ നടക്കില്ല. വലാ ഫസാദാ, നാട്ടില് പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയില്ല. നാട്ടില് ഫസാദ് ഉണ്ടാക്കൂല. നാട്ടില് ഫിത്ന ഫസാദ് ഉണ്ടാക്കാത്ത, അഹങ്കാരമില്ലാതെ നടക്കുന്നവരെ വൽ ആഖിബതു ലിൽ മുത്തഖീൻ, നിങ്ങൾക്ക് അന്തിമ വിജയമുണ്ടെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ സൂറത്തുൽ ഖസസ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് കഴിയേണ്ടതുണ്ട്. എങ്ങനെയാണ് ജീവിതത്തിൽ നമ്മൾ അഹങ്കാരമില്ലാതെ ഫസാദില്ലാതെ നടക്കാൻ കഴിയുക? എങ്ങനെയാണ് നമുക്ക് കഴിയുക? അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദര, അഹങ്കാരമില്ലാതെ നടക്കാൻ നമ്മൾ പഠിക്കണം. ജീവിതത്തിൽ പാപങ്ങൾ സംഭവിച്ചു പോകും. മനുഷ്യരാണല്ലോ, പാപം ചെയ്യാത്ത ആരാളുള്ളത്? കുല്ലു ബനി ആദമ ഖത്താ, എല്ലാ മനുഷ്യരും പാപം ചെയ്യും. പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ. ആരാ പാപം ചെയ്യാത്തത്? പാപം ചെയ്യാത്ത ഒരാളെ മഅസൂമിങ്ങൾ പ്രവാചകന്മാർ മാത്രമല്ലേ ഉള്ളൂ. എല്ലാവരും പാപം ചെയ്യും. ഒന്നല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പാപങ്ങൾ ചെയ്തു പോകും. പക്ഷെ ആ പാപങ്ങൾ 2 സൈസാണ്. 2 രീതിയിൽ പാപം ചെയ്യും ഒരാൾ. ഇപ്പൊ ഒരു പെണ്ണിനോട് പറയാണ്, എന്താ നീ തലമറയ്ക്കാത്തത്? അത് ഇന്നൊരു ദിവസത്തെ എൻ്റെ ആഗ്രഹമാണ്. എൻ്റെ വാപ്പ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന ആ ക്ലിപ്പ് എല്ലാവരും ഒന്ന് കാണിക്കണം. അല്ലെങ്കിൽ എൻ്റെ മുറ്റത്ത് ഞാൻ വെള്ളം ഒഴിച്ച് നട്ട് വളർത്തിയ മുല്ലയിൽ ആ മുല്ലപ്പൂ വന്നു, അതൊന്ന് ചൂടിക്കൊണ്ടു പോവുക, അതൊന്ന് കാണണം. അല്ലെങ്കിൽ എനിക്ക് ഇച്ചിരി മുടിയുണ്ടെന്ന് എല്ലാവരും ഒന്ന് കണ്ടോട്ടെ ഒറ്റ ദിവസം. അതൊരു മനസ്സിന്റെ വൈകാരികതയാണ്. ഞാൻ അതിനെ നോർമലൈസ് ചെയ്യുന്നതല്ല, ലഘൂകരിക്കുന്നതല്ല. അങ്ങനെ ഒരു ആഗ്രഹത്തിന്റെ പേരിൽ വൈകാരികമായ ഒരു പെണ്ണ് അങ്ങനെ തലമറയ്ക്കാതെ നടന്നു. ചിലപ്പോ അല്ല പുറത്തു കൊടുത്തേക്കാം. ചിലപ്പോ നീ ആരും കട്ട് ചെയ്ത് നാളെ ഇനി പിന്നെ കൊട്ടിഘോഷിക്കാൻ നടക്കണ്ട. ചിലപ്പോ അല്ല പുറത്തു കൊടുക്കാം. കാരണം വൈകാരികമായി അവൾക്കുണ്ടായ ഒരു തെറ്റാണ്. എന്നാൽ ചില പെണ്ണുങ്ങൾ പറയുന്നത് എന്താണെന്നറിയോ? തലമറയ്ക്കാതെ നടന്ന ആർക്ക് അവിടെ പ്രശ്നം? ഇതെന്റെ സ്വാതന്ത്ര്യമല്ലേടോ, ഇതെന്റെ സ്വാതന്ത്ര്യമല്ല. ഞാൻ ചിലപ്പോൾ പലതും മറയ്ക്കാൻ നടക്കും. യുവമാർക്ക് എന്താ അല്ലേ? അതിന് പറയുന്ന പേര് അഹങ്കാരം. അത് അല്ലാഹ് പുറത്തു കൊടുക്കൂല. 2നും നമുക്ക് മാതൃകയുണ്ട്. ഇതെന്റെ വാക്കല്ല, സുഫിയാൻ സൗരി റളിയല്ലാഹു അൻഹു പറയുകയാ, വൈകാരികമായി സാഹചര്യത്തിന്റെ സമ്മർദ്ദത്തിൽ നീ ഒരു പാപം ചെയ്തു പോയാ അല്ലാഹു നിനക്ക് പുറത്തു തന്നേക്കാ. ആദം നബി അലൈഹിസ്സലാമിന് അല്ലാഹ് പുറത്തില്ലേ? ഫഅസാ ആദമു റബ്ബഹു ഫഗവാ. ആദം നബി തെറ്റ് ചെയ്തില്ലേ? വിലക്കപ്പെട്ട കനി തിന്നില്ലേ? അല്ലാഹു പുറത്തു കൊടുത്തു. എന്തുകൊണ്ടാ? അത് അഹങ്കാരത്തോടെയല്ല, വൈകാരികതയാ.
കാലാകാലം സ്വർഗത്തിൽ നിൽക്കാമെന്ന് ശൈത്താന് മന്ത്രമോദിയപ്പോൾ അതിന്റെ വികാരത്തിൽ അങ്ങ് ചെയ്തു പോയതാ. പക്ഷേ ഇബ്ലീസ് ചെയ്ത തെറ്റെന്താണ്? അഹങ്കാരത്തോടെ തെറ്റാ ചെയ്തത്. എന്തിനാ ഞാൻ എവന്റെ മുമ്പിൽ സുജൂദ് ചെയ്യുന്നതില്ല, ഞാനത് ചെയ്യൂല റബ്ബേ, ചെയ്യൂല, എന്നെക്കാ കുറഞ്ഞവനാണവനെന്ന് പറഞ്ഞിട്ട് ആ ഇബ്ലീസ് തെറ്റ് ചെയ്യുമ്പോ ഇബ്ലീസ് ചെയ്ത തെറ്റ് അല്ലാഹു പുറത്തു കൊടുത്തില്ല. കാരണം അഹങ്കാരമാണ്. അബാവസ്തക്ബർ. ഖുർആനാണ് പറഞ്ഞത്. അഹങ്കാരത്തോടെ ആ ഇബ്ലീസ് കുറ്റം ചെയ്യുകയാ, അല്ലാഹു പുറത്തു കൊടുത്തില്ല. അതുകൊണ്ട് തീരുമാനിച്ചോ, നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് ആളുകളുണ്ട്. എന്തെങ്കിലും നമ്മളൊന്ന് പറഞ്ഞാൽ, നമ്മുടെ കൗമിലെ താത്താമാരെ പറ്റി പറഞ്ഞാൽ പല ആളുകൾക്കും അങ്ങോട്ടൊരു വെപ്രാളം ഇറങ്ങും. അപ്പോഴങ്ങോട്ട് അവർക്ക് BP അങ്ങോട്ട് ഇരച്ചു കയറും. അവർക്ക് BP ആയി, അവർക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ മുസ്ലിം പെണ്ണുങ്ങളെ നിങ്ങൾ പറയേണ്ട കാര്യമില്ല. ആരാ പറയുന്നത്? മലപ്പുറത്തെ പെണ്ണുങ്ങൾ പന്നികളെ പോലെ പ്രസവിക്കുന്നു എന്ന് പറയുന്ന ഈ രാജ്യത്തെ വിവരം കെട്ട ഒരു സമൂഹത്തിന്റെ പ്രതിനിധികൾ. ആ മുസ്ലിം പെണ്ണുങ്ങൾക്കുണ്ടാകുന്ന മുസ്ലിം ഉമ്മത്തിന്റെ ഏതെങ്കിലും നേതൃത്വം എന്തെങ്കിലും ഉപദേശം കൊടുക്കുമ്പോ അതിലെന്തെങ്കിലും വാക്കുകൾ കൽപ്പമൊന്ന് വീര്യം കൂടിയിട്ട് എരിവോ പുളിയോ ഒന്ന് കൂടിപ്പോയിട്ട് അവരുടെ വാക് പ്രയോഗങ്ങളിൽ എന്തെങ്കിലും പൗരുഷം കടന്നു വന്നാൽ അതിനെതിരെ മുറവിളി കൂട്ടുന്ന ചാനൽ ചർച്ചകൾ ഇരിക്കുന്ന തമ്പുരാട്ടിമാരോട് പറയാ, മുസ്ലിം പെണ്ണുങ്ങളുടെ കാര്യം നിങ്ങൾ നോക്കണ്ട, മുസ്ലിം പെണ്ണുങ്ങളുടെ കാര്യം നിങ്ങൾ നോക്കണ്ട, അത് നോക്കാൻ ഇവിടെ ആളുകളുണ്ട്. ഞങ്ങളുടെ പെണ്ണുങ്ങളുടെ സങ്കടം നിങ്ങൾ കാണുന്നു, നിങ്ങൾക്കത് വലിയ സങ്കടമാണെങ്കിൽ മുസ്ലിം പെണ്ണുങ്ങൾ, മലപ്പുറത്തെ പെണ്ണുങ്ങൾ പന്നി പ്രസവിക്കും പോലെ പ്രസവിക്കുന്നു, ഒന്നിനൊന്നായി പ്രസവിക്കുന്നു എന്ന് പറഞ്ഞ കാബാലികനെ അറസ്റ്റ് ചെയ്തിട്ട് ഒരു അരമണിക്കൂർ ലോക്കപ്പിൽ കൊണ്ടുവയ്ക്കാൻ തന്റെ ഇടമുണ്ടോ? ആണത്തുണ്ടോ? എന്നിട്ട് മതി മുസ്ലിം പെണ്ണിന്റെ വേദന കാണുന്ന നിങ്ങളുടെ ചർച്ചകൾ. ഇല്ലെങ്കിൽ ഞങ്ങളെ പെണ്ണുങ്ങളുടെ കാര്യം ഞങ്ങൾ നോക്കിക്കൊള്ളാം. മുസ്ലിം പെണ്ണുങ്ങളോട് പറയാൻ, ഏവളെങ്കിലും എവിടെയെങ്കിലും ആടി തകർക്കുമ്പോ കൂടെ ആടാൻ നടക്കുന്ന, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും അടുത്ത കൊല്ലം എന്നെ വിളിക്കില്ല എന്ന് 1000 വട്ടം എനിക്ക് അറിയാം. അതിൽ 1000 വട്ടം അൽഹംദുലില്ലാ പറയുകയും ചെയ്തിട്ട് ഞാൻ പറയുന്നു, നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഘട്ടത്തില് പരിശുദ്ധമായ ഇസ്ലാമിന്റെ ആദർശങ്ങൾക്കെതിരെ, ആശയങ്ങൾക്കെതിരെ, ഏതെങ്കിലും ഇസ്ലാമിന്റെ ഏതെങ്കിലും പ്രവർത്തനങ്ങൾക്കെതിരെ നിങ്ങൾക്ക് മോശമായ പദപ്രയോഗങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് ഇസ്ലാമിനെ അധിക്ഷേപിക്കാനും ആക്ഷേപിക്കാനും ഏവളെങ്കിലും നിങ്ങൾക്ക് വെള്ളവും വളവും തന്നുവിട്ടിട്ടുണ്ട് എങ്കിൽ, അതിന്റെ പേരിലാണ് നിങ്ങൾ ഇസ്ലാമിനെ അധിക്ഷേപിക്കുന്നതെങ്കിൽ ഒരു കാര്യം നിങ്ങൾ ഓർത്തു വെച്ചോ, വൈകാരികമായി എന്തെങ്കിലും ജീവിതത്തിൽ സംഭവിച്ചു പോകുന്നതിൽ പടച്ചവനങ്ങ് പൊറുക്കും. പക്ഷെ അഹങ്കാരത്തോടെ ചെയ്യുന്നത് ഒന്നുമല്ല പൊറുക്കില്ല എന്ന അടിസ്ഥാനപരമായ ഒരു ബേസ് ആയിട്ടുള്ള അറിവെന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാർക്ക് ഉണ്ടാകുന്നത് നന്നാ. ഇല്ലെങ്കിൽ നിങ്ങളെ രക്ഷപ്പെടുത്താൻ ഇവറ്റകളൊന്നും ഉണ്ടാവൂല, ഒരിക്കലും ഉണ്ടാവൂല. അള്ളാന്റെ ചിഹ്നത്തെ അധിക്ഷേപിച്ചതിന്റെ പേരിൽ ചിലപ്പോൾ അള്ളാന്റെ റസൂലും ഉണ്ടാവൂല രക്ഷപ്പെടുത്താൻ, അന്ന് അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയാം, അഹങ്കാരം ഒന്ന് കുറയ്ക്കാൻ നമുക്ക്. എന്ത് കണ്ടിട്ടാണ് നമ്മൾ അഹങ്കരിക്കുന്നത്? അഹങ്കാരം നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റിവെച്ചിട്ട് അഹങ്കാരത്തോടുള്ള നമ്മുടെ ജീവിതം അവസാനിപ്പിച്ചിട്ട് നമുക്ക് നന്നായിട്ട് നല്ല വിനയത്തോടു കൂടി ജീവിക്കാം.